അസ്സലാമലൈക്കും. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു തട്ടിക്കൊട്ട് തീയൽ ഉണ്ടാക്കാം. കുറേ നാളുകളായി ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെണ്ടക്ക, തക്കാളി, വഴുതനങ്ങ, സവാള, പച്ചമുളക്. ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ സൈസായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കലം നമുക്ക് അടുപ്പിൽ വെക്കാം. അങ്ങനെ അടുപ്പിൽ കലം വെച്ചിട്ട് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം. അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി നല്ല പോലെ എണ്ണ ചൂടായി കിട്ടുമ്പോൾ അതിലോട്ട് നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ കടുകൊന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരിഞ്ഞു വെച്ച പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ പച്ചക്കറി നല്ല പോലെ ഒന്ന് വഴണ്ടിയിട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കാം. നമുക്ക് കറിക്ക് വേണ്ടി ഒരു തേങ്ങയാണ് ഞാനിവിടെ ചിരകി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ തേങ്ങയെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി നല്ല പോലെ ചൂടായപ്പോൾ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല പോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. തേങ്ങ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അങ്ങനെ 1.5 സ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. അങ്ങനെ 1.5 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് തേങ്ങയെ വറുത്തെടുക്കാം. അങ്ങനെ വറുത്ത് എടുത്ത തേങ്ങയുടെ കൂട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ശകലം പിഴുപുളി കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ച അരപ്പ് നമുക്ക് കറിയിലോട്ട് വയ്ക്കാം. അങ്ങനെ കറിയിലോട്ടൊക്കെ അരപ്പ് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നല്ല പോലെ കറി തിളച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന കറിയാണ്. അങ്ങനെ കറി നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.